കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരനെതിരെ നടപടി. അറ്റൻഡറായ ശശിധരനെ പിരിച്ചുവിട്ടു. നടപടി ആശ്വാസം നൽകുന്നതെന്ന് അതിജീവിത ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച മറ്റു ജീവനക്കാർക്കെതിരെയും നടപടി വേണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സന്തോഷമുണ്ട്. ഇത്രയും ഞാൻ പോരാടി ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടാണ് ഞാൻ കുറേ സമരം ചെയ്ത് ഒരുപാട് എന്താണ് പറയുക എല്ലാവിധ ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട്. കുറേ അപമാനിതയായി, അല്ലാതെ കുറേ തെരുവിൽ ഇരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. പക്ഷെ അതിൽ ഇപ്പോൾ നേരിയൊരു സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും ഇതെല്ലാം നമ്മൾ കോടതിയിൽ ഉണ്ട്. അതിൽ ഒരു ശിക്ഷാ നടപടി അയാൾക്ക് എന്തായാലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും അതിജീവിത പറഞ്ഞതുപോലെ ഒരു നേരിയ ഒരു സന്തോഷം എനിക്കുമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു കടുത്ത പോരാട്ടമായിരുന്നു. കടുത്ത പോരാട്ടം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീ എത്രയോ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ അധികാരികളുടെയൊക്കെ മുമ്പിലൊക്കെ എത്തി തിരുവനന്തപുരത്തൊക്കെ എത്രയോ ദിവസങ്ങൾ പോയി മന്ത്രിയെയും മറ്റും DME ഒക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എത്രയോ തവണ വയ്യാതെയും ഒക്കെ വല്ലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നുപോയി ജ്വലിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ കനലായിട്ടുള്ള ഒരു അതിജീവിതയാണിത്. വിശദാംശങ്ങൾ രതീഷ് വാസുദേവൻ നൽകും. രതീഷ് പറയൂ. വിനിൽ, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പോരാട്ടങ്ങളുടെ വിജയമായി തന്നെയാണ് അതിജീവിതയും ആക്ഷൻ കൗൺസിലും ഒക്കെ ഈ സംഭവത്തെ ഈ അറ്റൻഡറുടെ പിരിച്ചുവിടലിനെ കാണുന്നത്. മാത്രവുമല്ല ഇതിനോടൊപ്പം ഈ ഘട്ടത്തിൽ 2 വർഷത്തോളം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത ഈ ആരോഗ്യവകുപ്പിലെ തന്നെ ചില ആളുകളുണ്ട്, ജീവനക്കാരുണ്ട്, ഇതിന്റെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ തന്നെ ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് ആക്ഷൻ കൗൺസിലും അതിജീവിതയും ആരോപിച്ചിരുന്നു. അവർക്കൊന്നും തന്നെ നടപടികളില്ല. ഈ ശശീന്ദ്രനെ പുറത്താക്കിക്കൊണ്ട് ഈ മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആക്ഷൻ കൗൺസിൽ പറയുന്നുണ്ട്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അതിജീവിതയും ആക്ഷൻ കൗൺസിലും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കുറ്റക്കാരായ ഇത്തരത്തിലുള്ള ജീവനക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന ഒരു നിലപാട് ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം മെഡിക്കൽ കോളേജ് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ്. അതും ഇത്തരത്തിലെത്തുന്ന അശരണരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുരാനുഭവം ഉണ്ടാകുന്നു. അത് സ്ത്രീകൾക്ക് ദുരാനുഭവം ഉണ്ടാകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു മറുപടിയായി, ഒരു താക്കീതായി ഈ പിരിച്ചുവിടലിനെ കാണണം എന്ന ഒരു സന്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാമെങ്കിലും ഇതിന് ആ ഘട്ടത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ആരോഗ്യവകുപ്പിന്റെ നഴ്സിംഗ് സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് ആരോഗ്യവകുപ്പിലെ കൂടുതൽ ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് അതിജീവിതയും ആക്ഷൻ കൗൺസിലും ആവശ്യപ്പെടുന്നത്. രതീഷാണ് വിവരങ്ങൾ നൽകിയത്.